അപ്പോൾ കേട്ടോ അടുത്ത വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് ഈ ഒരു വണ്ടിയിലാണ് ഹോണ്ട സിറ്റി. അപ്പോൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ റീസ്റ്റോറേഷൻ വർക്ക് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കമ്പനി എന്ന് വെച്ചാൽ മൊത്തമായിട്ട് പെയിൻറ്റ് ഫെയിൽഡ് ആയിട്ടുണ്ട്. അതുപോലെ പിന്നെ സസ്പെൻഷൻ വർക്കും കാര്യങ്ങളൊക്കെ, പിന്നെ ഡോർ ഗ്ലാസ്, പിന്നെ ഇൻറ്റീരിയൽ, അങ്ങനെ അത്യാവശ്യം പാച്ചും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ഇതിന് മുമ്പ് റീൽസിൽ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ക്ലിയർ ആയിട്ട് വീഡിയോയിലും കാര്യങ്ങളും തോന്നും. പക്ഷേ ഇത് കണ്ടോ, ഇതിനകത്ത് അടുത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഓരോ ഭാഗം ഉണ്ടോ ഇങ്ങനെ പൊട്ടിയിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ പെയിൻറ്റിൻ്റെ ഇപ്പോൾ ഇവിടെ നമ്മൾ നല്ല വറുതിയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് തോന്നുന്നത് ഇതിനകത്ത് റെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് എഴുതിയിട്ട് ആ ഭാഗം അലമ്പുള്ള ഭാഗം ക്ലിയർ ആക്കിയിട്ട് തരണം. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ എക്സ്ട്രാ വേറെ പെയിൻറ്റ് കയറിയിട്ടുണ്ട്. അത് ഈ പെയിൻറ്റിന് അതിന് മുകളിൽ അടിച്ച പോലെ തോന്നുന്നുണ്ടോ പൊളിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ കംപ്ലയിൻറ്റ്. പിന്നെ പമ്പറും കാര്യങ്ങളൊക്കെ ഫുള്ള് കിലിങ്ങലാണ്. ഇതുണ്ടോ അങ്ങനെ ഫുള്ള് പൊട്ടിയിട്ടുണ്ട്, ഒരു വിധം ഭാഗങ്ങളിലൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിയർ ആക്കിയിട്ട് ഈ യെല്ലോ തന്നെ പെയിൻറ്റ് അടിക്കണം. യെല്ലോയിൽ ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തിയിട്ട് നമുക്ക് അടിക്കാന്നുള്ളതാണ്. അപ്പോൾ സ്കേട്ടുണ്ടോ ഫുള്ള് അലമ്പാണ്. അതുപോലെ ഇവിടെ പിന്നെ ഡോർ ഗ്ലാസിൻ്റെ ഫുള്ള് കംപ്ലയിൻ്റ് ഉണ്ട്. പിന്നെ മുമ്പത്തെ പെയിൻറ്റും കാര്യങ്ങളും കാണുന്നതാണ്. പിന്നെ ഇതിനകത്ത് ഉള്ളിൽ ഇതുണ്ടോ ഇത് ഒലിച്ചാട്ടത്. പിന്നെ ഇതിനകത്ത് വരുന്നത് പറഞ്ഞാൽ ഉള്ളിൽ ഇവിടെ പാച്ച് വരുന്നുണ്ട്. അതുപോലെ ഇതിനുള്ളിൽ അടിഭാഗത്ത് ഈ ഭാഗങ്ങളിലായിട്ട് പാച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് ഫുള്ള് ക്ലിയർ ചെയ്യുന്ന വീഡിയോ ആണ്. അതായത് റീസ്റ്റോറേഷൻ ഫുള്ളി റീസ്റ്റോറേഷൻ അല്ല, അതായത് എൻജിൻ ഭാഗം ഫുള്ള് ഇറക്കിയിട്ട് നമ്മൾ ചെയ്യണില്ല. അതിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വെച്ചാൽ അത് ക്ലിയർ ആക്കണമെന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പവർ സ്റ്റോക്കിൻ്റെ പുതിയൊരു റീസ്റ്റോറേഷൻ വർക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഡോറിൻ്റെ ഉണ്ടോ, ഡോറിൻ്റെ ഈ ഒരു ഭാഗത്ത് ഡോറ് വരുന്നുണ്ട്. അതായത് ഡോറ് ചെറുതായിട്ട് തൂങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ സ്വിച്ചും കാര്യങ്ങളും കിട്ടാൻ നോക്കണം. കുറേ ഭാഗങ്ങളുണ്ട്, നമ്മൾ എടുത്തെടുത്ത് പറയുമ്പോഴേക്കും ലെങ്ത്ത് വരും. അപ്പോൾ ഞാൻ അടുത്തൊരു ഇതിലായിട്ട് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് ഫാസ്റ്റായിട്ട് ഇട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം എന്ന് പറഞ്ഞത്. വലിയ പ്രശ്നമില്ല, റൂഫും കാര്യങ്ങളൊക്കെ ചെറിയ ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അയച്ചിട്ട് ക്ലിയർ ആക്കാൻ പറ്റുമോ എന്നുള്ളത് ചെക്ക് ചെയ്യാന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് അടിയിൽ ഈ സീറ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു പാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ സീറ്റ് നമ്മൾ അയച്ചാട്ടത് ബാക്ക്. അപ്പോൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ അയച്ചിട്ട് ഇതിൻ്റെ പാച്ച് എത്രത്തോളം ഉണ്ടെന്ന് വീഡിയോയിൽ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇതിൻ്റെ വീഡിയോ നമ്മൾ ഓരോ പാർട്ടായിട്ട് ഇടുക. കാരണം വെച്ചാൽ ഇതിൻ്റെ സ്റ്റോറേജ് ഒന്നാമത് ഫോണിലില്ലാത്തതുകൊണ്ടും, പിന്നെ ഇതിൻ്റെ വീഡിയോ നമ്മൾ ഫുള്ളായിട്ട് ലെങ്ത്ത് വീഡിയോ ആവും. പിന്നെ അതുമല്ല ഈ വീഡിയോസ് ഫുള്ള് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ബാക്കി ഫുള്ള് എഡിറ്റ് ചെയ്യുമ്പോഴേക്കിന് കുറേ ലെങ്ത്ത് ആവും ചെയ്യും. സ്റ്റോറേജ് ഇല്ലാത്ത പ്രശ്നം കാര്യങ്ങളും വരുന്നതുകൊണ്ട് പാർട്ടായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ടൈം പറഞ്ഞാൽ നമ്മൾ ആ ഒരു പേച്ച് ചെയ്യണതും അതിൻ്റെ പേസ്റ്റ് ചെയ്യണതും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ. പിന്നെ നമ്മൾ പെയിൻറ്റിങ്ങിൻ്റെ, പിന്നെ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഇതിൻ്റെ ഈ ഒരു ഗ്രൈൻഡറും കാര്യങ്ങൾ അങ്ങനെയുള്ള ഭാഗങ്ങളും മെക്കാനിക്കൽ ഭാഗങ്ങളൊക്കെ ചെയ്യണതിൻ്റെ എത്രത്തോളം ചെയ്യുന്നുണ്ടോ അതിൻ്റെയൊക്കെ വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇതുണ്ട് ഈ സ്വിച്ച്. അതുപോലെ ഇതിനകത്തുണ്ടോ കളർ ഫെയിൽഡായിട്ട്, കളർ ഫെയിൽഡ് ആയതല്ല, കളർ പോകുന്നിട്ട് അതിൻ്റെ അകത്ത് ആ റെഡ് ഇതിന് മുമ്പ് അടിച്ച കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇവിടെയൊക്കെ കളർ അടിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഇവിടുന്ന് പാളിയിട്ട് ഇവിടേക്കൊക്കെ കളർ വന്നിട്ടുണ്ട് ഇതിന് മുമ്പ് അടിച്ചപ്പോൾ. അപ്പോൾ ഇത് ഈ യെല്ലോയിൽ തന്നെ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതുപോലെ ഇതൊക്കെ ഉണ്ടോ, ഇതൊന്നും വൃത്തിയില്ലാതെ ചെയ്തിട്ടുള്ളത്, ജസ്റ്റ് ഓല ഒരു ഐഡിയക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം. അതുപോലെ ഡോറിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ എത്രത്തോളം നമുക്ക് പക്കാക്കി എടുക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ചെയ്യണം. അടിയുണ്ടോ ടാപ്പ് അടിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതിനകത്തേക്ക് വരുമ്പോൾ ഫുള്ളുണ്ടോ ആ സൈഡൊക്കെ ആയിട്ട് ഫുള്ള് അലമ്പാണ്. ഈ ഡോർ അലമ്പാണ്. ഈ ഡോർ ഗ്ലാസ് ഫുള്ള് താത്താൻ പറ്റില്ല. 1-2 ഡോർ ഗ്ലാസ് സെറ്റ് ആവണമെന്ന് തോന്നി. ഏതൊക്കെയാണെന്ന് അറിയില്ല. ഏതൊക്കെ ആ ഫ്രണ്ടിലത്തെ ആ ഒരു ഗ്ലാസ്സിന് നല്ല സീനുണ്ട്, അത് വൈഡായിട്ടാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ കാര്യങ്ങളും ഇനി ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോ. ഈ ഒരു ഭാഗം ഉണ്ടോ, ഇതൊക്കെ നമുക്ക് ഇത്രത്തോളം ക്ലിയർ ആക്കിയിട്ട് ലാസ്റ്റുള്ള വീഡിയോയിൽ നമുക്ക് അറിയാൻ കഴിയും എത്രത്തോളം പക്കായിട്ടുണ്ടെന്നുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ ഇതിൽ ഫുള്ള് അലമ്പാണ്. ഇതൊക്കെ നിർത്തിയിട്ട് ഫുള്ള് സെറ്റായിട്ട് ഇടാം. അപ്പോൾ ആരുള്ളത് എത്രത്തോളം പാച്ച് ഉണ്ടെന്നുള്ളത്. ഡിക്കിൻ്റെ ഇതിനകത്തൊക്കെ അലമ്പുണ്ട്. ഇതുണ്ടോ രണ്ട് ബ്രേക്ക് വെയിറ്റിന് ഡാമേജ് ഉണ്ട്, സ്റ്റിക്കർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് പക്കായി കൊടുക്കണം. അതുപോലെ തന്നെ ഡിക്കിനകത്ത് ഫുള്ള് അലമ്പാണ്. ഇത് കുറേ പാച്ച് ഇതിന് മുമ്പുണ്ടായിട്ട് ശ്രദ്ധിക്കാതെ ഇട്ടിട്ട് അതുകൊണ്ടോ നമുക്ക് ഇങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി തന്നെ ഇതിൽ കിടന്നിട്ട് വെള്ളത്തിൻ്റെ ആ ഈർപ്പുണ്ടാകുമ്പോൾ മൊത്തമായിട്ട് അനുഭവം. ഇതുണ്ടോ പിന്നെ സൈഡ് ഫുള്ളുണ്ട്, ഫുള്ളായിട്ട് അനുഭവം. ഡിക്കിൻ്റെ ഈ ഒരു ഭാഗം, ഡിക്കിൻ്റെ ഈ സ്റ്റെപ്പിന് വെക്കുന്ന ഈ ഭാഗം തന്നെ മൊത്തമായിട്ട് പക്കായി ചെയ്യേണ്ടി വരും, മൊത്തം ഇറക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് ഡിക്കിൻ്റെ ഭാഗം എന്ന് പറഞ്ഞത്. പിന്നെ ഇതുണ്ടോ ഇവിടെ ഈ മോൾ ഭാഗത്ത് ഗ്ലാസിൻ്റെ, പക്ഷെ ഇത് ഗ്ലാസ് എടുക്കാതെ എത്രത്തോളം നമുക്ക് വെക്കാൻ കഴിയുമോ അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. വേറെ ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഡാമേജ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായി തരും. പിന്നെ ഫ്രണ്ടിൽ അതുപോലെ മുകളിൽ കൂടെ വെള്ളം ഇറങ്ങുന്നുണ്ടെന്നുള്ളൊരു പ്രശ്നം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതും പിന്നെ ഇതുണ്ടോ ഇതിനകത്തൊന്നും പക്കായിട്ട് അടിച്ചിട്ടുള്ളത്. ഇവിടെ എന്തൊക്കെ ടിക്കി അടങ്ങിയിട്ടേ അടിച്ചിട്ട് എന്തൊക്കെ ചെയ്യുന്ന സീനുകൾ.
സീറ്റിന് ചെറിയ ഡാമേജ് ഉണ്ട്, 2 സീറ്റിന് ചെറിയ ഇതിനാണ് കുറച്ച് കൂടുതലുള്ളത്. മറ്റേ സ്ക്രാച്ച് ഇങ്ങനെ ലൈനുണ്ട്. അപ്പോൾ ഇതുണ്ടോ ഇതിനകത്ത് ലീക്ക് പറഞ്ഞത് കണ്ടോ ഈ വന്നിട്ടുണ്ട്. പിന്നെ ഓപ്പോസിറ്റ് ഉണ്ടോ ഇതിനകത്ത്. അപ്പോൾ അതൊക്കെ ഉണ്ട്, അത് ക്ലിയർ ആക്കണം. പിന്നെ വേറെ ബാക്ക് സൈഡൊക്കെ ഈ രീതിയിൽ അയച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനെന്താ വെച്ചാൽ ഒരുവിധം ബോൾട്ടുകളൊക്കെ കുറവുണ്ട്, സീറ്റിന് ബോൾട്ട് കുറവുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ബോൾട്ടുകൾ കുറേ കുറവുണ്ട്. അതിന് ബാക്ക് സീറ്റിൻ്റെ അടിയത്തെ 10 ബോൾട്ട് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ കുറേ മിസ്സിങ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കയറ്റണം. പിന്നെ സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ വീസാക്കണം. ആ ഒരു ക്രോസ് ഉണ്ടല്ലോ, 2 ക്രോസ് ഇങ്ങനെ വരണേ, ഇതൊന്ന് ഇത് അയച്ചെടുക്കണം. പിന്നെ സ്പീക്കറിൻ്റെ ഭാഗം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം അയക്കണം, എന്നാലേ അവിടെ പക്കായിട്ട് നമുക്ക് ഇരുന്ന് ചെയ്യാൻ കഴിയുള്ളൂ. A to Z ഭാഗങ്ങൾ നമ്മൾ അയച്ചെടുത്തു കണ്ടോ. പിന്നെ ഇതിനകത്ത് പാച്ച് ഉണ്ട്. ഇതിനകത്ത് പറഞ്ഞാൽ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ അടിഭാഗത്തൊരു സൈഡ് ഉണ്ട് അതിന്. പിന്നെ ഈ ഒരു ഭാഗത്ത് നല്ല ഞാൻ ഓപ്പോസിറ്റ് നിന്ന് കാണിച്ചു തരാം. പിന്നെ ഇതുണ്ടോ ആ സൈഡ് ഫുള്ളുണ്ട് കേട്ടോ, റണ്ണിങ് ബോർഡ്സ് വേറെ ഫുള്ളുണ്ട്. ഇതുണ്ടോ ലോട്ട ഫുൾ പോയിക്കോ. അതുപോലെ ബാക്ക് സൈഡ് വരുമ്പോൾ കണ്ടോ ഇത്രയും ഭാഗം ഒരു ഹോളുണ്ടാവും. ആ ബാക്ക് സൈഡ് നല്ലപോലെ ക്യാമറ എത്രത്തോളം ഉൾപ്പെടുണ്ടായിരുന്നില്ല അതുണ്ടോ. പിന്നെ ആ ഒരു ഭാഗത്ത് അത്യാവശ്യം പറഞ്ഞാൽ എന്താ അയച്ചു കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരുവിധം ഭാഗങ്ങളിലൊക്കെ ഉണ്ട് അവിടെ ഉണ്ടോ. ഇനി ഓപ്പോസിറ്റ് എൻ്റെ ഫ്രണ്ട് കാണിച്ചു തരാം. ഇവിടേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗം ഉണ്ടോ റണ്ണിങ് ബോളിൻ്റെ ആ ഭാഗം പൊന്തിക്കണേ, അത് അയച്ചാലേ തരുള്ളൂ അവിടെ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു ഹോളുണ്ട് കണ്ടോ അത് ആ ഭാഗം 2 സൈഡിലും പോയിട്ടുണ്ടാവും. പിന്നെ ഇതൊരു പീസാണ്, ഈ ഒരു പീസ് പൊക്കിയാലേ തരണുണ്ടോ. ഈ ഒരു പീസ് പൊക്കി വയ്ക്കാലാണ് ഉണ്ടോ ഇല്ല തരുള്ളൂ. ഒരു ഡാർ പോലത്തെ ഒരു ഹാർഡായിട്ടുള്ള പീസാണ്. പിന്നെ ഇതുണ്ട് നമ്മൾ ആ ഒരു കേബിൾ നമ്മളന്ന് കൊടുത്തത് ഈ ഹോളിൽ കൂടെ ഒന്നും. പിന്നെ ഈ ഹോളൊക്കെ ക്ലോസ് ചെയ്തിട്ട് എക്സ്ട്രാ ഹോൾ അടിച്ചിട്ട് കൊണ്ടുവരണം. കാരണം ഓൾറെഡി ഒരു ഹോൾ ഉണ്ടായപ്പോൾ അതിൽ കൂടെ കയറ്റി എടുത്തിട്ടുള്ളതാണത്. അപ്പോൾ അത് മാറ്റണം, ഈ കേബിളും കാര്യങ്ങളൊക്കെ കഴിക്കണം. അപ്പോൾ ഇത്രത്തോളം ഭാഗങ്ങൾ പീസാക്കിയിട്ടുണ്ട്. ഇനി പാച്ച് വർക്ക് ചെയ്തിട്ട് പിന്നെ ഡോറിൻ്റെ ഇവിടെ നമ്മൾ അയച്ചിട്ടില്ല. കാരണം വെച്ചാൽ ഡോറിൻ്റെ തട്ടിൽ കാര്യങ്ങൾ ക്ലിയർ ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡോർ പേഡ് ഉണ്ടെങ്കിൽ നന്നാവും. കാരണം അത് ഭാഗങ്ങളൊക്കെ തട്ടിയാണ്ട് നിൽക്കണ്ടോ ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്യാനൊക്കെ അതാവും ബെറ്റർ. പിന്നെ ഇതൊക്കെ ഉണ്ടോ ഇത് കിലിങ്ങിന്. അതുപോലെ ഡോറിൻ്റെ ഇതുണ്ടോ ഇതിങ്ങനെ നിൽക്കും ടൈറ്റായിട്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഈ മോതിൽ കിട്ടുമോ നോക്കണം. പിന്നെ ഇതിനകത്ത് കൂടെ ആയിട്ട് വെള്ളം ഇറങ്ങുന്നത് അതെന്താ വെച്ചാൽ റണ്ണിങ് ബോർഡ് ഡോറിന് വലിയൊരു പ്രശ്നം കാണാനില്ല, ചിലത് അറിയുള്ളൂ. പിന്നെ ഡോർ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത് ഫുള്ള് പാച്ച് വർക്ക് എടുത്തതിന് ശേഷം ഇവിടെ വന്നിട്ട് ഫുള്ളൊന്ന് പക്കായിട്ട് വാഷ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് ഉള്ളിൽ ജസ്റ്റ് ബ്ലാക്ക് ഒന്ന് അടിച്ചിട്ട് വിടണം. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അലമ്പും. പിന്നെ ഈ ചെയ്ത ഭാഗത്ത് സിലിക്കോൺ പേസ്റ്റ് ഇട്ടുകൊണ്ട് ക്ലിയർ ആക്കണം. ഇതൊക്കെയാണ് ഹോണ്ട സിറ്റി റീസ്റ്റോറേഷൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഭാഗം എന്ന് പറയുക. അപ്പോൾ പാർട്ട് 1 ആക്കിയിട്ട് കാണാം. അപ്പോൾ ഈ ഒരു ഭാഗം ഉണ്ടോ ഇവിടെയൊക്കെ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ ഫുള്ള് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാമെന്നുണ്ടെങ്കിൽ വീഡിയോ ലെന്ത് കൂടുന്ന രീതിയിട്ടാണ് ഒഴിവാക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ വിട്ടുപോയ കുറേ ഭാഗങ്ങളുണ്ട് ഇതിൽ. അപ്പോൾ പിന്നീടുള്ള വീഡിയോസിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ. ആ പുതിയ നല്ലൊരു വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ. അതുപോലെ തന്നെ 2 സെക്കൻഡ് പാർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്തായിട്ട് ഇടാം.